ദുരന്തമെന്ന് പറഞ്ഞാ പോരാ, കൊടും ദുരന്തവാ. ഞാൻ കുറച്ച് മുഷിഞ്ഞ അവരോട് സംസാരിച്ചത്. അതോടെ അവരുടെ മട്ടും പാവൊക്കെ മാറി. മോളേന്ന് വിളിച്ച നാവുകൊണ്ട് നീ എന്ന് വരെ വിളിച്ചു. കുറച്ചേരം കഴിഞ്ഞവര് പോയിക്കോളും. പക്ഷെ സഞ്ജുവിന്റെ അമ്മുന്റെയും വിചാരം അവർ പുറത്തുണ്ടെന്നല്ലേ? എന്റെ പേടി അതൊന്നും അല്ല. കവിതേച്ചി രാത്രി സഞ്ജുവിനെ കാണാൻ പോവാറുണ്ട്. ഓഫീസ് കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് രാത്രിയാ. കവിതേച്ചി ചെന്ന് വിളിച്ച സഞ്ജു എങ്ങനെ വാതിൽ തുറക്കാതിരിക്കും? അവൻ വാതിൽ തുറന്നില്ലെങ്കിൽ പേടിച്ച് കവിതേച്ചി വീട്ടിലുള്ളവരെ വിളിച്ചു കൂട്ടും. എല്ലാവരും ഓടിക്കൂടി വാതിൽ തുറപ്പിച്ച സഞ്ജുവിന്റെ കൂടെ അമ്മൂനെ കാണില്ലേ? ശ്രീകുട്ടി അതെങ്ങനെ സഹിക്കൂടാ? എന്റെ ദൈവമേ, തല ചുറ്റുന്നെനിക്ക്. കവിതപ്പച്ചി സഞ്ജുവിന്റെ വാതിൽ തട്ടി വിളിക്കുമ്പോ തന്നെ ഒച്ച കേട്ട അമ്മൂന്റെ വല്യമ്മ അവിടെ എത്തിയിരിക്കും. സഞ്ജുവിന്റെ റൂമിൽ അമ്മുണ്ടെന്ന് നാണവും മാനവും ഇല്ലാത്ത ആ സ്ത്രീ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കും. നമ്മളിപ്പോ എന്ത് ചെയ്യും? ഏറ്റവും ക്രിട്ടിക്കലായ ഒരു അവസ്ഥ ഏത്? സഞ്ജുവിന്റെ റൂമിൽ നിന്നും ഇവിടെയുള്ളവർ അമ്മുനെ പിടികൂടുന്ന രംഗം നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. ദിനേശേട്ടൻ ഇവിടെ ഉണ്ട്, സച്ചിയാണെങ്കിൽ അടുത്ത റൂമിലുണ്ട്. അവര് സഞ്ജുവിന്റെ റൂമിൽ കയറുമ്പോ സഞ്ജുവിന്റെ പിന്നിൽ തല കുണിച്ചു നിൽക്കുന്ന അമ്മുനെ കണ്ട എന്റെ ദേവി, പിന്നെ ഈ വീട്ടിലെ സ്ഥിതി എന്തായിരിക്കും? വല്യേച്ചി മോളെ കൊണ്ട് ആ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങും. അച്ഛൻ ചെയ്തത് തന്നെ മോനും ചെയ്തതെന്ന് തന്നെ പറയും. എല്ലാം കാവേരിക്ക് അറിയാമെന്ന് ആ ആനന്ദവല്യമ്മ വിളിച്ചു കൂവും. എന്റെ ജീവിതം അവസാനിച്ചല്ലോ ഈശ്വര. അയ്യോ, അപ്പച്ചി അപ്പച്ചി വന്നേ, അങ്ങോട്ട് ഇരിക്കാം. വാ വാ എടാ അപ്പച്ചി വാ. അപ്പച്ചി ഇവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി. ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. അപ്പച്ചി വെള്ളം കുടിക്കി. അപ്പച്ചി അപ്പച്ചി അപ്പച്ചി. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? അപ്പച്ചി, ആരോട് പറയാനാ ദൈവമേ? അപ്പച്ചി കണ്ണു തുറക്ക്. ഞാനിപ്പോ ആരെ വിളിക്കും? അപ്പച്ചി അപ്പച്ചി. ദൈവമേ, ദിനേശ് അങ്കിളിനോട് ചെന്ന് എന്ത് കാരണമാ പറയാ? സഞ്ജുവിന്റെ റൂമിലാണെങ്കിൽ ലക്ഷ്മിയുണ്ട്. അപ്പച്ചി 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 കണ്ണു തുറക്ക്. അപ്പച്ചി അപ്പച്ചി. മുകുന്ദേട്ട, എന്നെ വിട്ടു പോയില്ല മുകുന്ദേട്ട. മുകുന്ദേട്ടൻ വിട്ടുപിരിഞ്ഞ ദിവസം ഈ മാസമാണല്ലോ. എന്നെ ഓർമ്മപ്പെടുത്താൻ വന്നതാണോ മുകുന്ദേട്ടൻ? എനിക്കത് മറക്കാൻ പറ്റുമോ? വരുന്ന 23-ാം തീയതി ആ ദിവസം സഞ്ജുവിനോട് ഇതുവരെ അത് ഓർമ്മപ്പെടുത്താനായില്ല. അവന് നൂറുകൂട്ടം കാര്യങ്ങളുള്ളതല്ലേ. നാളെ പറയാമെന്ന് കരുതി അത് നീണ്ടു. സ്വപ്നം കണ്ട നിലയ്ക്ക് അവനോടത് പറയാതെ മനസ്സിനൊരു സമാധാനം കിട്ടൂല. അവന് ഉറങ്ങാൻ ഇനി സമയമെടുക്കും. ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സച്ചിയുടെ കൂടെ കാണും. അവനെ ഒന്ന് കണ്ട് ചടങ്ങുകളെപ്പറ്റി സംസാരിച്ചാലേ എനിക്കിനി ഉറങ്ങാൻ കഴിയൂ.
സഞ്ജു സഞ്ജു മോനെ മോനെ അമ്മയാ. ഞാൻ വാതിൽ തുറക്കാം. അയ്യോ വേണ്ട സഞ്ജു. എന്റെ അമ്മ വന്ന് വാതിൽ തട്ടി വിളിച്ച് എനിക്ക് വാതിൽ തുറക്കാതിരിക്കാനാവില്ല. സഞ്ജു ദേ വരുന്നമേ. മോനെ ഉറങ്ങിയായിരുന്നോ? ഇല്ലല്ലോ. ഏയ് ഇല്ല. മോൻ വാ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. മോനിരിക്കെ, അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കെ. അമ്മ പറഞ്ഞോളൂ. അത് പിന്നെ മോനെ, അമ്മുന്റെ വീട്ടുകാർ വന്നതിനെ പറ്റിയാണോ അമ്മ സംസാരിക്കാൻ വന്നത്? കവിതപ്പച്ചിയും കുറെ പരാതിയായിട്ട് വന്നു. അമ്മോനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള അടവുമായിട്ട് അവര് വന്നിരിക്കുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണല്ലേ, ആ മുറച്ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാനാ അവരുടെ പദ്ധതി. അവര് അങ്ങനെ വല്ല സൂചനയും തന്നോ? അമ്മു എന്നോട് വന്നു പറഞ്ഞു. ആകെ പേടിച്ചിരിക്ക അവള്. അവളെ ഒരിടത്തേക്കും വിടില്ലെന്ന് ആനന്ദവല്ലിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെയുണ്ടോ അവൾ അവിടെ കാണും. ആനന്ദവല്ലിക്കും അത് മനസ്സിലായിട്ടുണ്ട്. അമ്മ ഈ നേരത്ത് വന്നത് മറ്റൊരു കാര്യം പറയാന്. മരുന്ന് കഴിച്ചൊന്ന് മയങ്ങിപ്പോയി മോനെ. ആ നേരം അമ്മ നിന്റെ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോഴാ ഒരു കാര്യം നിന്നോട് പറയാൻ വിട്ടുപോയിന്ന് ഓർത്തത്. എന്താമേ? വരുന്ന 23-ന് മുകുന്ദേട്ടന്റെ ആണ്ട്. നമുക്ക് അത് വിപുലമായിട്ട് തന്നെ നടത്തണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. അതിലെന്ത് തടസ്സമയുള്ളത്? അമ്മ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അത് നടത്താം. 23-ന് നീ മറ്റു തിരക്കിലൊന്നും പോകരുത്, വീട്ടിൽ തന്നെ ഉണ്ടാവണം. നിന്റെ പ്രോഗ്രാമുകളൊക്കെ ചാർട്ട് ചെയ്യുമ്പോ ഇപ്പോഴേ ഈ കാര്യം ഓർത്തു വെക്കണം. ഞാനത് ഓർമ്മിച്ചോളാമേ. നാളെ മുത്തച്ഛനുമായിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നേരെ ഒരുപാടായില്ലേ, അമ്മ പോയി കിടന്നോളൂ. ശരി മോനെ. മുകുന്ദേട്ടൻ സ്വപ്നത്തിൽ വന്ന് ഓർമ്മപ്പെടുത്തിയപ്പോ നിന്നോട് പറയാതിരിക്കാൻ കഴിയാഞ്ഞിട്ട് അമ്മ വന്നത്. അല്ല, ഇനി എത്ര നേരം കൂടി മോനിങ്ങനെ ഉറങ്ങാതിരിക്കും? പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ഓരോ ടെൻഷനും എടുത്ത് തലയിൽ വയ്ക്കുന്നതല്ലേ. അത് ഒഴിവാക്കിയാലല്ലേ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. അല്ല, ഇനിയും ഉറക്കൊഴിഞ്ഞിരിക്കാനാണ് പോകുന്നെങ്കിൽ ചായ കാപ്പി ഉണ്ടാക്കി തരാൻ ഞാൻ അമ്മൂനോട് പറയാം. ഏയ് വേണ്ടമ്മേ. അല്ല, അമ്മൂൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല. അവൾക്കതില് സന്തോഷം ഉണ്ടാവും. നിനക്ക് അവളെ ശരിക്കും അറിയാഞ്ഞിട്ടാ. അറിഞ്ഞതിൽ കൂടുതൽ ഇനി എന്താ അറിയാനാ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവളുടെ ബന്ധുക്കള് വന്നിട്ടാണോ? ഏയ് അല്ല, എന്റെ വർക്ക് കഴിഞ്ഞമേ ഞാനിപ്പോ ഉറങ്ങാൻ കിടക്കും. നല്ല ക്ഷീണമുണ്ടമ്മേ. ശരി, എന്നാ വേഗം ജോലി തീർത്ത് കിടക്ക്. അമ്മ പോവുക. പുറത്താരാമേ സംസാരം കേൾക്കുന്നുണ്ടല്ലോ. കവിത പുറത്ത് ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്ന കണ്ടു. നീ എന്നാ വാതിലടച്ചേക്ക്. ഈ വീട്ടില് രാത്രി ആർക്കും ഉറക്കമില്ലേ? അഞ്ജലി, സ്വാതി, അച്ഛനൊരു അറ്റാക്ക് വന്നു. ഞങ്ങളെല്ലാരും ഹോസ്പിറ്റലില്ല. അയ്യോ, എപ്പോ? രാത്രി 9 മണിയാകും. ഉടനെ അച്ഛനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അങ്കിളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കുറച്ച് ക്രിട്ടിക്കലാ. ഇതിനു മുൻപൊരു അറ്റാക്ക് വന്നിട്ടുണ്ടെന്നാ ഡോക്ടർ പറയുന്നത്.
ഞങ്ങളത് അറിഞ്ഞതേയില്ല. ശരിക്കുള്ള അച്ഛന്റെ നില എന്താന്ന് ആരും വിട്ടു പറയുന്നുമില്ല. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാ ഞങ്ങൾക്ക് ആരുമില്ല. നീ സമാധാനായിരിക്കെ. നീ കൂടെ തകർന്നു പോയാ പിന്നെ അമ്മയുടെ അവസ്ഥ അറിയാലോ. ആന്റി ഒരു പാവാ. എനിക്കൊന്നിനും ശക്തിയില്ല സ്വാതി. അച്ഛന്റെ അവസ്ഥ എന്താന്ന് പോലും ചെറിയച്ഛൻ പറയാതെ ഒഴിഞ്ഞു മാറുവാ. ഞാൻ ഇപ്പൊ തന്നെ സഞ്ജുനെയും കൂട്ടി അങ്ങോട്ട് വരാം. ധൈര്യമായിട്ടിരിക്കെ. ശരി സ്വാതി. പുറത്ത് ആരുമില്ലെന്നാ തോന്നുന്നേ. എനിക്ക് പോയേ പറ്റൂ. ഞാൻ പോവാ. നീ അവിടെ നിൽക്ക്. നിക്കാൻ. എന്താ? നീ വാതിൽ തുറന്നിറങ്ങുന്നത് മണ്ടത്തരോ? ഞാൻ പുറത്തിറങ്ങി നോക്കാം. ഉറപ്പായും സച്ചി ഹാളിലുണ്ടാവും. സഞ്ജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. സഞ്ജു ഉറങ്ങേണ്ട സമയമായില്ലല്ലോ. പിന്നെന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? ഹോസ്പിറ്റലിലേക്ക് പോയേ പറ്റൂ. അഞ്ജലിക്ക് വാക്ക് കൊടുത്തതാ സഞ്ജുവിന്റെ റൂമിലേക്ക് പോവാം. എനിക്ക് പുറത്ത് പോയേ പറ്റൂ. നിങ്ങളൊന്ന് പോയി നോക്കൂ. മോളെ, നീ ഉറങ്ങിയില്ലേ? ഇളയമ്മ എന്താ ഫയലുമായിട്ട്? സ്വാതിയും കൂടെ ഉണ്ടല്ലോ. നാളെ തീർപ്പാക്കേണ്ട ഒരു ഫയലാ ഇത്. സഞ്ജുന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നതാ ഞാൻ. നീ അവനെ കാണാൻ വന്നാണോ? എനിക്ക് സഞ്ജുവിനെയും കൂട്ടി ഇപ്പൊ തന്നെ പുറത്തു പോണ ഇളയമ്മ. ആ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്തൊരു പരീക്ഷണം. എവിടെ പോയി വിളിക്കും? അല്ലിപ്പോ ഈ നേരത്തെ എന്താ എമർജൻസിയാ? എന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലാ. ആണോ? അവൾ ആകെ ഭയന്ന മട്ടില്ല. ഞാൻ സഞ്ജുവിനെയും കൂട്ടി ചെല്ലാന്ന് അവളോട് പറഞ്ഞു. കുറച്ച് ക്രിട്ടിക്കലാ ഇളയമ്മേ. ഏത് ഫ്രണ്ടാ ശ്രീകുട്ടി? അഞ്ജലി. രാത്രി ഇപ്പൊ കൊറേ നേരമായില്ലേ മോളെ? ഈ നേരത്തെ നിങ്ങൾ പോവേണ്ടതുണ്ടോ? അഞ്ജലിയുടെ ബന്ധുക്കളൊക്കെ അവിടെ ഇല്ലേ? പിന്നെ അവളുടെ ചെറിയച്ഛൻ ഡോക്ടർ എന്നല്ലേ പറഞ്ഞത്? എന്നാലും ഇളയമ്മ അവള് കരഞ്ഞോണ്ട് വിളിച്ചു പറഞ്ഞ എങ്ങനെ പോവാതിരിക്കും? എന്നാ നീ സഞ്ജുവിനെയും കൂട്ടി ചെല്ല്. ഞാൻ ഇതവനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോവാം. ശരി ഇളയമ്മ. സഞ്ജു, 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 സഞ്ജു വാതിലോർക്ക്. സഞ്ജു. ഇനിയിപ്പോ അവൻ റൂമിലില്ലേ? സച്ചിയുടെ റൂമിലേക്ക് അങ്ങനെ പോയതാണോ? അല്ല, അവര് തമ്മിൽ കണ്ടു പിരിഞ്ഞതാണല്ലോ. പിന്നെന്താ അവൻ ഡോറ് തുറക്കാത്തത്? ഇത്ര പെട്ടെന്നൊന്നും സഞ്ജു ഉറങ്ങില്ലല്ലോ. സഞ്ജു, വാതിൽ തുറക്ക്. ഒരു അത്യാവശ്യ കാര്യമാ. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലല്ലോ ഈശ്വര. എല്ലാവരുടെ മുമ്പിൽ വെച്ച് സഞ്ജു ഇല്ലാതാവാൻ പോവാ. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ വിശ്വാസം, ഇമേജ് എല്ലാം തകർന്നടിയാൻ പോവാ. നീ ഒരുത്തി കാരണം ഇതല്ല. ഫോണിൽ വിളിക്ക ശ്രീകുട്ടി. ഞാൻ സഞ്ജുവിന്റെ ഫോണിൽ വിളിച്ച് കിട്ടാത്തോണ്ടാ ഇങ്ങോട്ട് വന്നത്. ഫോൺ സ്വിച്ച് ഓഫാ. അയ്യോ ദൈവമേ, അവൻ എന്താ പറ്റിയത്? നീ മാറി. സഞ്ജു, സഞ്ജു മോനെ, വാതില് തുറക്ക്. സഞ്ജു, സഞ്ജു. അയ്യോ സഞ്ജു, എന്തു പറ്റി ഈശ്വര? എനിക്കറിയില്ല. സഞ്ജു, സഞ്ജു. മോളെ വേഗം ആരെങ്കിലും വിളിക്ക്. അവൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. സഞ്ജു, വാതില് തുറക്ക്. സഞ്ജു. അയ്യോ സഞ്ജു മോനെ. സഞ്ജു വാതില് തുറക്ക്. സഞ്ജു. അതെ, എന്തിനെങ്കിലും ഒച്ച വെക്കുന്നേ? അവ സുഖമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ. എളമേ, സഞ്ജു വാതിൽ തുറക്കുന്നില്ല. അവനൊരു ആപത്തും പറ്റിയിട്ടില്ല. നിങ്ങളൊന്ന് ബഹളം വെക്കാണ്ടിരിക്കെ.
കുറച്ചു മുന്നേ അവന് കടുത്ത തലവേദനയാണെന്ന് പറഞ്ഞു. ഞാനൊരു ടാബ്ലറ്റ് കൊടുത്തു. അത് കഴിച്ചിട്ടേ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തു. ആഹാ, ടാബ്ലറ്റ് കഴിച്ചിട്ട് അവൻ ഉറങ്ങുക. നിങ്ങൾ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? അല്ല, ഈ ലാപ്പിന്റെ മുന്നിലിരുന്നിട്ടാ ബ്ലാക്ക് കോഫി കൊണ്ടുവരാൻ രാജുവിനെ വിളിച്ചതേ. ഓ, കോഫിയും ടാബ്ലറ്റും കൊണ്ടുവന്നത് ഞാനാ. ആ, ലച്ചു, തല പൊട്ടിപ്പൊളിയുന്ന വേദനയാണെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ തന്നെയാ പറഞ്ഞത് ടാബ്ലറ്റും കഴിച്ചങ്ങ് ഉറങ്ങാൻ. ഈ സച്ചി വരുന്നെന്ന് കരുതിയിട്ടാവും ഡോറ് ലോക്ക് ചെയ്തത്. തലവേദന എടുത്ത് കിടക്കുന്ന ആളെയും കൊണ്ട് ഇനി രാത്രി ഒരിടത്തും പോണ്ട. ഉറക്കം ഒഴിഞ്ഞാൽ വലിയ കുഴപ്പമാവും. അവൻ ഉറങ്ങിക്കോട്ടെ. മോള് റൂമിലേക്ക് ചെല്ല്. അല്ല, എവിടെ പോനാ? ഹോസ്പിറ്റലിലേക്ക്. അവളുടെ കൂട്ടുകാരിയുടെ അച്ഛൻ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, വേണ്ട ശ്രീകുട്ടി, നിങ്ങൾ രാവിലെ പോയാ മതി. ഞാൻ അവളെ വിളിച്ച് പറയാം. അതെ, ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ തലവേദന വരുന്നുണ്ട്. ജോലിയുടെ സ്ട്രെസ് തന്നെയാ. കവിതച്ചും പറയാറില്ലേ? സഞ്ജു, എല്ലാരും പോയി. ഞാൻ കാവേരി അപ്പച്ചിയാ. ഒന്ന് തുറക്കടാ. സഞ്ജു, വാതിൽ തുറക്ക്. അവളെ വേഗം പുറത്തിറക്ക്. ഇപ്പൊ ഇവിടെ ആരുമില്ല. ഇതാ അവസരം. മോനെ, കതക് തുറക്ക്. അമ്മയുടെ സഞ്ജു, അവള് പോയോ? എന്താ? അയ്യോ അമ്മു, ഇതെന്ത് പറ്റിയതാ? സ്വാതിയുടെ ശബ്ദം കേട്ടപ്പോ തന്നെ അവള് ബോധം കെട്ട് വീണു. അയ്യോ, ഇനി എന്ത് ചെയ്യും? കുഴപ്പമായല്ലോ. അമ്മു, അമ്മു, അമ്മു. അപ്പച്ചി, കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കും. അമ്മു, 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 കണ്ണു തുറക്കമ്മു. അമ്മു, എന്താ സഞ്ജു ഇത്? അമ്മു, സഞ്ജു, ഇവള് കണ്ണു തുറക്കുന്നില്ലല്ലോ. ഇവിടെ ഇങ്ങനെ കിടത്താൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാൻ അപ്പച്ചി? അമ്മുനെ അവളുടെ റൂമിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. ഞാൻ എല്ലാരും വിവരം അറിയിക്കാം. എന്താ അപ്പച്ചി, എന്ത് മണ്ടത്തിലാ അപ്പച്ചി പറയുന്നത്? ഇവളുടെ വല്യമ്മയെ അമ്മുൻ ഇവിടെ കൊണ്ടെത്തിച്ച്. അയ്യോ അയ്യോ, ഞാനത് ഓർത്തില്ല. ആ റൂം ആ സ്ത്രീ ലോക്ക് ചെയ്തേക്കുവാ. അമ്മു, അമ്മു, അമ്മു. സഞ്ജു, ഇനി എന്ത് ചെയ്യും? ഞാനേ ഒരു ഡോക്ടറെ വിളിക്കാം. അതല്ലാതെ വേറെ വഴിയില്ല. ഡോക്ടർ വന്നു പോകുന്നത് ആരും അറിയാതിരിക്കാൻ ശ്രമിച്ചാൽ മതി. വേണ്ട, ഓവർ ടെൻഷൻ കാരണം അവൾ തലചുറ്റി വീണതാ. അതിനൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, കൈത്തണ്ടയിൽ കൊടുത്താൽ മതി. അതിന് മെഡിസിൻ വേണ്ടേ? ഈ നേരത്തെ എവിടെ നിന്ന് കിട്ടാനാ മെഡിസിൻ? എന്റെ കൈവശം ഉണ്ട്. ഡോക്ടർ വന്നാലും അത് തന്നെയാ ചെയ്യാൻ പോകുന്നേ. അയ്യോ അപ്പച്ചി, പ്രശ്നമായാലോ? ഞാൻ ഉപയോഗിച്ചതല്ലേ, നീ ധൈര്യം ഇരിക്കേ. കിച്ചൺ കബോർഡിൽ മരുന്നിരിപ്പുണ്ട്, ഞാനത് എടുത്തിട്ട് വരാം. സഞ്ജു, ഞാൻ വന്ന് വിളിച്ചാലേ വാതിൽ തുറക്കാവൂ. എപ്പോ വേണമെങ്കിലും ആരും വരാം, കേട്ടോ? വാതിൽ അടച്ചേക്ക്. നേരെ ഇത്രയായിട്ട് കാവേരിക്ക് റൂമിൽ വരാൻ സമയമായില്ലേ? 2 പണിക്കാരുള്ള വീടാണ്. പല തവണ പറഞ്ഞതാ കിച്ചണിൽ കയറി വീട് പണി ചെയ്യരുതെന്ന്. സംസാരമൊന്നും കേൾക്കുന്നില്ലല്ലോ. കിച്ചണിൽ എന്തെടുക്കാൻ നോക്കട്ടെ. ഇവളെന്താ തിരിയുന്നത്?
ദിനേശേട്ടൻ എന്നെ അന്വേഷിച്ച് വന്നതാ. ഇനി എന്തു ചെയ്യും? ഞാൻ കണ്ടിട്ടില്ലെന്ന ദിനേശേട്ടൻ കരുതുന്നത്. ഞാൻ സഞ്ജുവിന്റെ റൂമിൽ പോയാൽ പിന്നാലെ ദിനേശേട്ടനും വരും.